ഹേ ഗൈസ്, ഇന്ന് നമുക്ക് ഇഫ്താറിന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. ഒന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബീഫ് ബർഗറും, ഒന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു ഉള്ളിൽ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടൊക്കെ ഉള്ള ഒരു ഫില്ലിങ്സ് ഒക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബർഗറിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിതാ ഒരു 100 ഗ്രാം ബീഫ് മതിയിട്ട് ഒരു 4 ബർഗറിൻ്റെ കണക്കാണ് പറയുന്നത്. ഒരു 100 ഗ്രാം ബീഫ്, അതിലേക്ക് ഇത് 100 ഗ്രാമിൽ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ 4 ബണ്ണൊക്കെ ആണെങ്കിൽ നിങ്ങൾ 100 ഗ്രാം എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റാണത്. പിന്നെ കുറച്ച് കുരുമുളക് നിങ്ങൾ എരിവിന് ആവശ്യത്തിന് ഇടാം. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഇത് ബീഫ് മസാലയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും കറിവേപ്പിലയും പുതിനയൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. ഞാനിതാ 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടു. പിന്നെ എന്താ വെച്ചാൽ ഒന്നിച്ച് അരഞ്ഞ് കിട്ടാത്തതുകൊണ്ട് തന്നെ 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേവൂല കേട്ടോ. അതുകൊണ്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കുഴച്ചത് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുക്കുക. ബോൾസ് ആക്കുമ്പോൾ കുറച്ച് വലിയ ബോൾസ് ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് ഫസ്റ്റത്തെ 2 എണ്ണം ചെറിയ ചെറിയ ബോൾസായി പോയി ഉണ്ടാക്കിയത്. പിന്നെ അങ്ങോട്ട് വലുതാക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ കല്ലിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് കിട്ടും. അതായത് അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ കൈ കൊണ്ട് തന്നെ ഉള്ളം കൈ വെച്ചിട്ട്, ഇത് ചെറിയ ചൂടുണ്ട് കേട്ടോ ചട്ടി, ഉള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം പ്രസ്സാക്കി കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ ചെയ്യാൻ പണിയുള്ളവരാണെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ സാധാരണ എന്താ പറയുക, പത്തിരിക്കൊക്കെ ചെയ്യൂല, അങ്ങനെ പ്രസ്സിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒരു കവറിൻ്റെ മേലെ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ അങ്ങനെ ഒരു ഭാഗം ആയിന്ന് തോന്നുമ്പോൾ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെന്ത് ചെയ്യുക, ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഞാൻ ഇപ്പോൾ വെച്ചില്ല, ഈ സൈസിൽ വേണം ബർഗറിൻ്റെ ഈ ഒരു ബീഫ് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പോരായ്മേനു ബീഫ് അത്ര മതി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കണക്കിനേക്ക് ബീഫ് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നായും തോന്നിയാൽ ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം വെക്കണം. കുറച്ച് എണ്ണ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ബീഫാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നെയ്യൊക്കെ വരും, എന്നാലും കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതാ നല്ലപോലെ 2 ഭാഗവും ആയിന്ന് കണ്ടാൽ നല്ലപോലെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്താ വെച്ചാൽ നമ്മൾ അരച്ച ബീഫാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിന്ന് കണ്ടാൽ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഒരു ചീസ് വെച്ച് കൊടുത്തു തരാം. അത് അത്യാവശ്യത്തിൽ ആ ഒരു ബീഫിനെയും കാട്ടി കൂടുതൽ വലിയ ചീസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ സെറ്റായിട്ടുണ്ട്, അവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും ഇതാ നമ്മൾ കുറച്ച് മയോണീസിൽ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മയോണീസ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അരച്ചാട്ടോ, അതുകൊണ്ടാണ് ആ കളറ്. പിന്നെ ഇതിൽ ലെറ്റ്യൂസിൻ്റെ ലീഫ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഇതില്ലെങ്കിൽ കേബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. ലെറ്റ്യൂസ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട്, അതൊരു അത്യാവശ്യം ഒരു മധുരിക്കുന്ന ഒരു ഇലയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മയോണീസിൽ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അടവെക്കുക. ഇനി ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ല, 40 രൂപേൻ്റെ ബണ്ണ് അതാട്ടോ. ഒരു കവറിൽ 5 പീസ് ഉണ്ടാവും, പക്ഷേ ഞാൻ 4 എണ്ണം മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇതൊന്ന് കഴിക്കുമ്പോഴേക്കും വയറ് നല്ല പോലെ ഫില്ലാവും, അതുകൊണ്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഓരോരുത്തർക്കും. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങനെ നടു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മയോണീസിൻ്റെ മിക്സില്ലേ, അത് ആ ഒരു ബണ്ണിൻ്റെ മേലേക്ക് ഇങ്ങനെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് ഞാൻ വെജിറ്റബിൾ മയോണീസ് ആയിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഓയിൽ കുറവാണ്, അതുപോലെ മുട്ടയൊന്നുമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ, നല്ല വേവിച്ച് ചെയ്തുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു 2-3 ഉള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതും, പിന്നെ നമ്മൾ ആ ഒരു ബീഫിൻ്റെ ആ ഒരു സംഭവം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മേലെ ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു മയോണീസിൻ്റെ മിക്സ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. കുറച്ച് നല്ലപോലെ ആക്കിക്കോട്ടെ, എന്നാലായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടോയെന്ന് ആവശ്യമില്ല, അത് നേരെ അതിൻ്റെ മേലേക്ക് വെക്കുക. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്നൊക്കെ വലിയ പൈസ കൊടുത്ത് വാങ്ങാണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളൊരു ബീഫാണ് പ്രശ്നമെങ്കിൽ ഒരു 100 രൂപക്കൊക്കെ ബീഫ് വാങ്ങിയാൽ
അത് മതിയാവും കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പോലെ ആ ഒരു ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാനുണ്ട്. എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്നതിനും കാട്ടിയും ഒന്നുകൂടി നല്ലതാണ്. രണ്ടാമത്തെ നമ്മളിത് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു മയോണീസിൻ്റെ മിക്സ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ 2 ഉള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനെന്താ ഉള്ളി മാത്രം വെച്ച് കൊടുത്തിട്ട് തക്കാളി വെച്ച് കൊടുക്കുക, കക്കിരി വെച്ച് കൊടുക്കുക, ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതാ ഇതിൻ്റെ മേലെ ഒന്നുകൂടി ആ ബീഫിൻ്റെ വേസ്റ്റൊക്കെ എന്തെങ്കിലും മാറ്റിയിട്ട് ഒന്നുകൂടി എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബർഗർ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. എന്നിട്ട് ഞാനിത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ താഴേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് കൊടുക്കുക. ഇതാ ഇത്ര ആയാൽ മതി കേട്ടോ. ഒന്നുകൂടി ഒന്ന് ചോക്കണം. അപ്പോൾ ഞാനിത് 2 വട്ടം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയാൽ ആ ഒരു ബർഗറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒന്നുകൂടി ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഈ നോമ്പിനൊക്കെ നമ്മൾ എന്തായാലും സ്നാക്സ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. അപ്പോൾ അവർക്ക് നോമ്പ് എടുക്കാൻ എന്നൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കുത്തി നിറച്ച് രണ്ടാഴ്ചത്തെ ലാസ്റ്റത്തെ ഒന്ന് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 2 ഭാഗവും ആയിക്കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത സ്നാക്സ് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഉള്ളിലെ ഫില്ലിങ്സ് അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മൈദ, ഞാൻ 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളകും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിച്ചപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ മല്ലിച്ചപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും ചേർത്തിട്ട് ഇത് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കൂലേ, അതേപോലെ തന്നെ അതിലും ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വെള്ളം ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നോക്കുക. കൂടുതൽ ലൂസായാലും നമുക്കിങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സായിട്ട് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് മേലെ ഇങ്ങനെ എണ്ണ സ്പ്രെഡാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതടക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ ബീഫ് എന്ന് പറയാൻ വന്നത്. അപ്പോൾ ചിക്കന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇനി കട്ട് ചെയ്യുന്നോ പിച്ചെടുക്കുന്നോ ഒന്നുമില്ല. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 അരമുറി ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ, അതൊരു ടീസ്പൂൺ മതിയാവും. അതോട് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. എരിവിന് ആവശ്യമനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് കുരുമുളക് പൊടിയൊക്കെ കുറച്ച് അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ആക്കാൻ വെക്കുകയാണ്. ഞാൻ ഇതിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആദ്യം ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലവറൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ആയി കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കൈവിടാണ്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി വരണം. ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് ക്യാബേജ്, ഉള്ളി, മല്ലിച്ചപ്പ് ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചിക്കനും ആ ഒരു ഇപ്പം നമ്മൾ ഇട്ടില്ല ക്യാബേജിൻ്റെയൊക്കെ മിക്സ് അതും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പും ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ആ ഒരു ക്യാബേജിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പച്ച ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കടിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫാക്കിയിട്ട് അടവെക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാനിതിലേക്കൊരു 3 ടീസ്പൂണ് മയോണീസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് ലാസ്റ്റ് ടൈമിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ ഒരു ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഫുള്ള് ലൂസായിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ചൂടിലാവുമ്പോൾ ലൂസായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കുഴച്ച് വെച്ചില്ല അതൊന്നുകൂടി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ
അത്യാവശ്യം വലിയ ബോൾസായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അല്ല, ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൈദ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ പരത്തിയെടുക്കുക. അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇത്ര വണ്ണത്തിൽ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു മൂടിയോ നിങ്ങളടുത്ത് എന്താ ഉള്ളത് അത് വെച്ചിട്ട് നമ്മളങ്ങനെ റൗണ്ടിൽ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. നിങ്ങൾ എന്താ എങ്ങനെയെങ്കിലുമൊക്കെ കോണാക്കുക, അങ്ങനെയൊക്കെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിതാ റൗണ്ടിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എല്ലാം ഇതുപോലെ തന്നെ കട്ടാക്കിയിട്ട് ആ വേസ്റ്റൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഇതില്ലേ നല്ല ടേസ്റ്റാണ്. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ വെറുതെ മൈദമാവൊക്കെ കുഴച്ചിട്ടല്ല ഉണ്ടാക്കൽ. പക്ഷേ ഇങ്ങനെ കുറച്ച് മല്ലിച്ചപ്പവും ചില്ലി ഫ്ലെക്സൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു മാവിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിതാ ഒരു മാവ് എടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ടോ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സൈഡിൽ കൂടെ ഒന്നും ആക്കേണ്ട, അങ്ങനെ നടുക്കിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഒരു പരത്തി വെച്ച മാവും കൂടി അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും. അതായത് കോൺഫിഡൻസ് ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഫോർക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് പൊട്ടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നടുക്ക് മാവ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫുള്ള് ആ എണ്ണയൊക്കെ കൂടി ആയിട്ട് പൊട്ടി വരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഫോർക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. പക്ഷേ ഫോർക്ക് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി കുറച്ച് മൊഞ്ചുണ്ടാവും കാണാൻ. ആ ഒരു സ്പൂണിൻ്റെ ആ ഫോർക്കിൻ്റെ ആ ഒരു പല്ലുള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടാവും പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാൻ. അപ്പോൾ ഇനി ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ കുറച്ച് റൗണ്ടിൽ മാവ് കുഴയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഇത് സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പുറ ഭാഗം ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്നും ബുദ്ധിമുട്ടുള്ളവർക്കാട്ടോ ഇത് പറഞ്ഞു തരുന്നത്. അപ്പം ഞാനെല്ലാം മറ്റേ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി അങ്ങനെ പറ്റൂല എന്നുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എന്നിട്ട് ഇതും നമ്മൾ ഫോർക്ക് വെച്ചിട്ട് തന്നെ കേട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. സൈഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതായിരിക്കും പറയുന്നതിനേക്കാട്ടി ഒന്നുകൂടി നല്ലത്. ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ ഒട്ടിക്കോളും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളത്. മറ്റേത് മാത്രം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇനി എണ്ണ നല്ല ചൂടാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ മൈദയല്ല, പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്നാക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 4 എണ്ണമാണ് ഒന്നിച്ച് പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് ഒരു ഭാഗം നല്ലോണം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും കുറേ നേരം ഇടാൻ നിൽക്കണ്ട. ഒറ്റൊരു വട്ടം ഒന്നങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ കോരിയെടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ മാത്രം ചെയ്തെടുക്കുക. ഞാനെല്ലാം ഇതുപോലെ നല്ല പോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ആക്കി മാറ്റുന്നുണ്ട്. എണ്ണയൊന്നും കുടിക്കൂല, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനും. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കാണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി, ചിലപ്പോൾ ഈ ഒരു വീഡിയോ കുറേ പേരിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് 2 ഭാഗവും ആയതിനു ശേഷം നമ്മൾ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്നാംശീൽ എൻ്റർടൈൻമെൻറ്റ്.